ഇപ്പോൾ നമുക്കൊപ്പം ഇ എൻ നന്ദകുമാർ കൂടി ചേരുന്നു. അദ്ദേഹം സംഘപരിവാർ അനുകൂലിയാണ്. ശ്രീ ഇ എൻ നന്ദകുമാർ, മലയാള സിനിമ പ്രതീക്ഷയോടുകൂടി കാണുകയാണ് എമ്പുരാനെ. അതുമായി ബന്ധപ്പെട്ട അനുബന്ധ പ്രവർത്തകരും എല്ലാ സംഘടനകളുമൊക്കെ ഈ മലയാള സിനിമയിൽ ഒരു മാറ്റത്തിന്റെ തുടക്കം എമ്പുരാൻ ഉണ്ടാക്കും എന്ന പ്രതീക്ഷയാണ് എല്ലാവർക്കുമുള്ളത്. അത്രയും പ്രതീക്ഷയോടുകൂടി ആ ഇൻഡസ്ട്രി കാണുന്ന ഒരു സിനിമയ്ക്കെതിരെയാണ് രണ്ട് പ്രമുഖ നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഗുജറാത്ത് കലാപം നമുക്കറിയാം, അതൊരു യാഥാർത്ഥ്യമായിരുന്നു എന്നത്. അത് പരാമർശിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ആ ചിത്രത്തിനെതിരെയുള്ള ഒരു വികാരമാക്കി മാറ്റേണ്ടതുണ്ടോ? അത് നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തേണ്ടതുണ്ടോ? ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം ഒരു ചിത്രം നിർമ്മിച്ചു എന്നുള്ളതല്ല അല്ല ഇതിനകത്ത് പ്രശ്നം. ആർക്കും ഏതൊരു ചിത്രം നിർമ്മിക്കാൻ അധികാരം ഇവിടെ ഇന്ത്യയിലുണ്ട്. ഇന്ത്യൻ ജനാധിപത്യത്തില് ഒരു സിനിമ നിർമ്മിക്കുന്നതിനകത്ത് ഒരു തർക്കം ആരെയും സംബന്ധിച്ചില്ല. അത് അനുകൂലമായിട്ടുള്ള ചിത്രങ്ങളാവാം, പ്രതികൂലമായിട്ടുള്ള ചിത്രങ്ങളാകാം. ഏത് ചിത്രം നിർമ്മിക്കുന്നതിനെ സംബന്ധിച്ച് ആരെയും സംബന്ധിച്ച് യാതൊരു തർക്കമില്ല. ഇവിടെ തർക്കം പ്രധാനമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഇതിനകത്ത് ഈ ചിത്രം ഒരു രാഷ്ട്രീയ ചിത്രമാണ്. എന്തുകൊണ്ട് രാഷ്ട്രീയ ചിത്രം നിർമ്മിച്ചുകൂടാ? വളരെ ധൈര്യസമേതം പൃഥ്വിരാജ് നേരത്തെ തന്നെ വ്യക്തമാക്കേണ്ടതാണ്. വളരെ നട്ടലോട് നേരത്തെ തന്നെ പറയേണ്ടിയിരുന്നു, ഞാൻ ഈ ഒരു ചിത്രം നിർമ്മിക്കുന്നത്, എമ്പുരാനിലെ പേര് നൽകുന്നത് ഗോദ്രയിലെ, ഗുജറാത്തിലെ ഗോദ്രയിൽ നടക്കുന്ന സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് അദ്ദേഹത്തിന് പറയാമായിരുന്നല്ലോ. പക്ഷേ നിർഭാഗ്യവശാല് ആ തരത്തിൽ യാതൊരു പ്രചരണവും ഒരു പറച്ചിലും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. അദ്ദേഹം ചിത്രം നിർമ്മിച്ചു, അത് രാഷ്ട്രീയ ചിത്രമാണ്. രാഷ്ട്രീയ ചിത്രങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുള്ള പാരമ്പര്യമാണ് കേരളത്തിലുള്ളത്. നമ്മൾ നേരത്തെ ഇവിടെ ലാൽ സലാം ഇറങ്ങിയിട്ടുണ്ട്, സഖാവ് ഇറങ്ങിയിട്ടുണ്ട്, അറബിക്കഥകൾ ഇറങ്ങിയിട്ടുണ്ട്, രക്തസാക്ഷി സിന്ദാബാദ് ഇറങ്ങിയിട്ടുണ്ട്. ഈ ചിത്രങ്ങൾക്കെതിരായിട്ടൊന്നും ഒരു ഭാഗത്ത് ആക്ഷേപമൊന്നും ഉണ്ടായിട്ടില്ല. ഇതിൽ ആക്ഷേപം പ്രധാനമായിട്ട് വരുന്നത് ഈ ചിത്രത്തിന് എമ്പുരാൻ എന്നുള്ള പേര് നൽകുകയും ആ ചിത്രത്തിന്റെ പ്രമേയത്തെ സംബന്ധിക്കുന്ന നേരത്തെയുള്ള ഒരു വിശകലനം അതിനെ സംബന്ധിച്ച് വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത. അതൊന്ന്. രണ്ടാമത്തെ ഒന്നുള്ളത്, ഇതൊരു ഗോദ്ര സംഭവത്തിന്റെ അല്ലെങ്കിൽ ഗുജറാത്ത് സംഭവത്തിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരണമാണോ? അങ്ങനെ അല്ലല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഏകപക്ഷീയമായ ചിത്രമാണ്, ഒരു ചരിത്രപരമായിരിക്കുന്ന വസ്തുതയുള്ള ചിത്രമല്ല. ഈ ഗോദ്ര സംഭവത്തിന്റെ തുടക്കം കുറിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന കർഷകരായിരിക്കുന്ന നൂറുകണക്കിന് ആളുകളെ ട്രെയിനിൽ വെച്ച് കത്തിക്കുന്നതാണ്. ആ കത്തിക്കുന്നതിന്റെ ചിത്രം ഇവിടെ സിനിമയിലുള്ളത്. സിനിമയിൽ കാണിക്കുന്ന ഏതോ ഒരു ട്രെയിൻ കത്തിക്കൊണ്ടിരിക്കുന്നു, അതിന്റെ ചിത്രം മാത്രമാണ് സിനിമയിൽ വരുന്നത്. കൃത്യമായിട്ട് ആസൂത്രിതമായിട്ട് ചില ആളുകള് കർഷകന്മാരെ ട്രെയിനിൽ വെച്ച് കത്തിക്കുന്നതിന്റെ ചിത്രമുണ്ട്. ആ ചിത്രം സിനിമയിൽ വന്നിട്ടില്ലല്ലോ. എങ്ങനെ ഒരു സിനിമ എടുക്കണം, അത് അവതരിപ്പിക്കണം, അതിന്റെ കഥ പറച്ചിൽ എങ്ങനെ വേണം എന്നതൊക്കെ അത് അവരുടെ, ആ സിനിമ എടുക്കുന്നവരുടെ തീരുമാനമാണല്ലോ. അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണല്ലോ അവർ ആ സിനിമ എടുക്കുന്നത്. അതിനുള്ള സ്വാതന്ത്ര്യമാണല്ലോ അവർക്കുള്ളതും. അപ്പോ ആ കലാകാരന്റെ ആ അധികാരത്തിലേക്ക് കടന്നു കയറേണ്ടതുണ്ടോ? നിങ്ങൾ എന്തുകൊണ്ട് ഗുജറാത്ത് കലാപം കാണിച്ചു, അതിന്റെ മറ്റ് കലാപങ്ങൾ കാണിച്ചില്ല, അല്ലെങ്കിൽ അതിന്റെ മറ്റ് സംഭവങ്ങൾ കാണിച്ചില്ല എന്നൊക്കെയുള്ള ചോദ്യത്തിന് വല്ല പ്രസക്തിയുമുണ്ടോ? അവർ എന്താണോ ആ കഥയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് അവർ കാണിക്കുന്നു, അത്രമാത്രമല്ലേ ഉള്ളൂ. നിങ്ങൾ പ്രശ്നങ്ങൾ വളച്ചൊടിക്കല്ലേ. പ്രധാനമായിട്ടുള്ള ചോദ്യം വരുന്നത്, ഈ ചിത്രം നിർമ്മിക്കുവാനുള്ള അധികാരം പൃഥ്വിരാജിനെ സംബന്ധിച്ചുണ്ട്. പക്ഷേ അയാൾക്കൊരു നട്ടെല്ല് വേണമായിരുന്നു. നട്ടലുള്ള സംവിധായകൻ എന്നാണ് ഇപ്പോൾ പൃഥ്വിരാജ് ഈ ഒരു നിലപാടെടുത്തത് കൊണ്ടും ഈ ചിത്രം എടുത്തത് കൊണ്ടും അറിയപ്പെടുന്നത്. അല്ല, അവിടെ ഗുജറാത്തിലെ ഗോദ്രയിലെ ട്രെയിൻ കത്തിച്ച് ന്യായീകരിക്കുകയാണല്ലോ ഇദ്ദേഹം ചെയ്യുന്നത്. അതിന് ഇദ്ദേഹം തെറ്റാന്ന് പറയുന്നില്ലല്ലോ. ഇത് ഇല്ലാതെ കണ്ട അദ്ദേഹം അവിടെ മുസ്ലിം വംശഹത്യ നടത്തി എന്നുള്ള പ്രചരണമാണ് നടത്തുന്നത്. അങ്ങനെയാണല്ലോ. അത് അവിടെയാണ് പ്രശ്നം വരുന്നത്. നിങ്ങൾ ട്രെയിൻ കത്തിക്കുന്നതിനടക്കം എല്ലാം ചേർത്തിരുന്നുവെങ്കിൽ ഒരു ചരിത്രപരമായിട്ടുള്ള വസ്തുതയാകുമായിരുന്നു. എനിക്കൊന്ന് കേൾക്കുന്നില്ല കേട്ടോ. പറഞ്ഞോളൂ, താങ്കൾ പറയുന്നത് എനിക്ക് കേൾക്കാൻ വ്യക്തമാണ്. ഇത് ഒരു ചരിത്രപരമായ സിനിമയാണെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. ഇതൊരു രാഷ്ട്രീയ പക്ഷപാതമുള്ള സിനിമ അദ്ദേഹം ഇറക്കിയിരിക്കുന്നു. അത് പൃഥ്വിരാജിന് അധികാരമുണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന് യോജിക്കുന്ന രീതിയിൽ അദ്ദേഹം മാത്രത്തിൽ രാഷ്ട്രീയം നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ അദ്ദേഹം പോയിട്ട് അവിടെ ലക്ഷദ്വീപിൽ കാണിച്ചിട്ടുള്ള വിക്രസുകൾ എല്ലാവരും സംബന്ധിച്ച് നല്ല നിശ്ചയമുണ്ടല്ലോ. അദ്ദേഹം അതേപോലെ തന്നെ ഇടയ്ക്കൊരു സിനിമ പിടിക്കാൻ വേണ്ടി പോയി വാര്യം കുതിനെ കുറിച്ച്. അതിന് അദ്ദേഹത്തിന് അധികാരമുണ്ട്, വിരോധമൊന്നും ആരെയും സംബന്ധിച്ചുമില്ല. പക്ഷെ മറിച്ചൊന്നുള്ളത്, അദ്ദേഹം നിർമ്മിക്കുന്ന സിനിമയെ സംബന്ധിച്ച് ആരെങ്കിലും വിമർശിക്കുന്ന സമയത്ത് ആ വിമർശനത്തെ എതിർക്കുന്നതാണ് പ്രശ്നം. ആർക്കും സിനിമ പിടിക്കാൻ അധികാരം ഉണ്ടെങ്കിൽ ആ സിനിമയെ വിമർശിക്കാൻ അധികാരമുണ്ട്. ശ്രീ
എൻ നന്ദകുമാർ ആ സിനിമയെ എന്തിന് എതിർക്കണം, എന്തിന് ഇപ്പോൾ ഡീഗ്രേഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിന് പിന്നിൽ പോലും ഇത്തരം ശക്തികളാണോ എന്ന സംശയം ഉയരുന്നുണ്ട്. കാരണം ആ ചിത്രത്തിന്റെ ആദ്യ ദിവസം തന്നെയാണ് അത്തരം ആസൂത്രിതമായ നീക്കങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ ചിത്രം ഞാൻ ഇന്ന കാര്യങ്ങൾ പറയും എന്ന് പറഞ്ഞുകൊണ്ടല്ലല്ലോ ഒരു സംവിധായകരും ചിത്രം എടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രീ ബോർഡ് നൽകിക്കൊണ്ട് ഒരു ചിത്രം ഇറക്കണമെന്ന നിയമവുമില്ല. അവർക്ക് അവരുടെ ചിത്രം അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പറയാം, അത് എങ്ങനെ പ്രൊമോട്ട് ചെയ്യണമോ അത് ആ രീതിയിൽ പ്രൊമോട്ട് ചെയ്യാം. അതിനൊക്കെ എന്തിനാണ് നമ്മൾ നിബന്ധനകൾ വെക്കുന്നത്? അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വേണമെന്ന നിബന്ധനയല്ലല്ലോ ഇതിനകത്ത്. പ്രധാനമായിട്ട് പറയുന്ന ആളുകൾക്ക് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുവാനുള്ള സ്വാതന്ത്ര്യം കൂടി നാട്ടിലുണ്ട്. സിനിമ പിടിക്കാൻ എത്രത്തോളം സ്വാതന്ത്ര്യം പൃഥ്വിരാജിനുണ്ടോ അതേ അധികാരം തന്നെ അതിന് വിമർശിക്കാൻ മറ്റുള്ളവർക്കും ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം പൃഥ്വിരാജ് എന്ന് പറയുന്ന സിനിമാ നിർമ്മാതയുടെ സംവിധായകൻ, ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില അജണ്ടകളുണ്ട്. ആ അജണ്ടകൾ അദ്ദേഹം കൃത്യമായിട്ട് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അതിൽ അധികാരം ഏൽക്കുന്നുണ്ട്, ആർക്കും തർക്കമൊന്നും അതിനെ സംബന്ധിച്ചില്ല. പക്ഷെ ഈ ചിത്രത്തെ അദ്ദേഹം ആദ്യം പറഞ്ഞത് ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ട് എന്നാണ്. എങ്ങനെ ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ട് ആവുക? ഞാൻ ലൂസിഫർ കണ്ട ആളാണ്, എങ്ങനെ അതിന് സെക്കൻഡ് പാർട്ട് ആവും എന്ന് പറയൂ. ഈ ചിത്രം ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ട് ആണോ അത് ഗോദ്ര സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണോ? അത് വ്യക്തമാക്കണം ശരിക്ക്. ഇത് ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ട് ആണെന്ന് നിങ്ങൾ പറഞ്ഞാല് അല്ല എന്ന് എനിക്ക് തർപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും. ഇത് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തെ മുൻനിർത്തിയുള്ള ചിത്രമാണ്. ആ ചിത്രം നിർമ്മിക്കുവാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അതാണെന്ന് പറയുവാൻ തന്റെ ഇടമേള് കാണിക്കണം. ഈ തന്റെ ഇടമാണ് കാണിക്കാതിരിക്കുന്നത്. ശരി ശരി, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഈ നേതാക്കൾ ഉൾപ്പെടെ ഉള്ളവർ നേരിട്ടെത്തി അല്ലെങ്കിൽ നേരിട്ട് തന്നെ ഇത്തരമൊരു വിമർശനം ഇതിനെതിരെ ഉന്നയിക്കുകയാണ്. അത് സിനിമ എന്ന് പറഞ്ഞുകൊണ്ടല്ല എങ്കിൽ പോലും നമ്മൾ അതിന് താഴെയുള്ള കമന്റുകളൊക്കെ വായിച്ചാൽ ഇതിനെങ്ങനെ സെൻസർ ബോർഡ് അംഗീകാരം നൽകി എന്നതുൾപ്പെടെയുള്ള നിരവധിയായ കമന്റുകൾ ഈ സംഘപരിവാർ അനുകൂല മനസ്സുള്ളവരൊക്കെ ചോദിക്കുന്നു. ഇങ്ങനെ ഇരുന്ന് പോസ്റ്റ് ഇട്ടാൽ പോരാ, ഇങ്ങനെ ഇരുന്ന് പോസ്റ്റ് ഇടാനാണോ നിങ്ങളെ പോലെ ഉള്ളവർ ഉള്ളത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മറ്റൊരു തരത്തിലേക്ക്, മറ്റൊരു ലെവലിലേക്കൊക്കെ ഇത് കൊണ്ടുപോകാനുള്ള ശ്രമമുണ്ടോ എന്ന് പോലും സംശയിക്കുന്നു. താങ്കൾ പറഞ്ഞതുപോലെ ഒരു സിനിമ വരുന്നു, അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിമർശനം ഉണ്ടെങ്കിൽ വിമർശനം ഉന്നയിക്കുന്നതിന് ആരും ഇവിടെ എതിരല്ല. വിമർശനം ഉന്നയിക്കാനും പറയാനും ഒക്കെ ഉള്ള അധികാരം നമുക്കുണ്ട്. പക്ഷേ ഇന്ന് ശശികല ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ആ നിലയിലുള്ളതാണോ, വെറും വിമർശനത്തിന്റേതാണോ എന്ന് എനിക്കറിയില്ല. കാരണം അതിൽ ഒരു വരി ഞാൻ വായിക്കാം. BJPക്ക് ഏത് ഭാര്യൻ കുന്നേൽ ചാടിയാലും ചട്ടിയോളം അത്ര തന്നെ. സുഡാപ്പികൾ എന്തായാലും BJPക്ക് വോട്ട് ചെയ്യില്ല. ചെയ്യുന്നവരെയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെയും മാറ്റിക്കാൻ ഭാര്യൻ കുന്നനല്ല. ഓന്റെ ബാപ്പ വിചാരിച്ചാൽ നടക്കൂല. ഉഷപൂജയും ഉച്ചപൂജയും ഒക്കെ മുറക്കി നടക്കട്ടെ. അപ്പോ ഈ ഭാഷയൊക്കെ ശരിക്കുള്ള ഒരു വിമർശനം എന്ന നിലയിൽ കാണാൻ പറ്റുമോ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. എന്താണ് തെറ്റ് എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് തീരുമാനിച്ച ആള് അതേ ഭാഷയിൽ തന്നെ മറ്റൊരു ചിത്രം ഇറക്കുന്നു. അയാൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അയാൾക്ക് സ്വാതന്ത്ര്യമുള്ളതിന്റെ പേരിലാണ് ഒരു സെൻസർ ബോർഡ് അനുവാദം കൊടുത്തത്. അത് നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുന്ന സർക്കാരാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നേരത്തെ പല കാലത്തോട് പല സിനിമയ്ക്ക് അംഗീകാരം കിട്ടിയിട്ടില്ലല്ലോ. സെൻസർ ബോർഡിന് അംഗീകാരം കിട്ടാത്ത സിനിമകൾ ധാരാളം വന്നിട്ടുണ്ടല്ലോ, രാഷ്ട്രീയ ചിത്രങ്ങള്. ഇത് ഇത്തരത്തിൽ തടസ്സങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ, അവർക്ക് അംഗീകാരം കിട്ടിയല്ലോ. ശരി. അപ്പൊ അംഗീകാരം കിട്ടിയതിന് ശേഷം ഇതിന് വിമർശിക്കുന്നത് ഇതെന്തൊരു ഒരു മഹത്തായുള്ള പശുവാണ്, വിശുദ്ധ പശുവാണെന്നുള്ള വെപ്രാളമൊന്നുമില്ല. അതിന്റെ ആവശ്യമില്ല. കൃത്യമായിട്ട് ഇതിന്റെ നറേഷന്റെ വേറെ പ്രശ്നം അത് മാത്രമല്ല ഇപ്പൊ ഉള്ളത്. ഇതിനകത്ത് മുൻകൂട്ടി പണം വാങ്ങിക്കുന്നു. ഇതിന്റെ പൃഥ്വിരാജ് അടക്കമുള്ള ആളുകൾ പണം മുൻകൂർ പറ്റിയിട്ടുണ്ട്. എത്ര ദിവസക്കാലത്ത് മുൻകൂറായിട്ടുള്ള പണമാണ് പറ്റിയിരിക്കുന്നത്? ഇതിന്റെ ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ മുതൽ മുടക്ക് എത്രയാണ്? ഇവരുടെ ഇൻകത്തിന്റെ സോഴ്സ് എന്താണ്? അതിനെക്കുറിച്ച് അന്വേഷണം നടത്തേണ്ടതല്ലേ? അപ്പോ അതൊക്കെ ഒരു ഭീഷണിയായിട്ട് വേണമെങ്കിൽ കാണണമോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ അവസാനിക്കുമോ ഇത്? ഈ ഒരു താങ്കൾ പറഞ്ഞതുപോലെ ഈ ഒരു വിമർശനത്തിൽ അവസാനിക്കുമോ, അതോ ഇതിന്റെ ബാക്കി പത്രം ഉണ്ടോ എന്നതാണ്. ഇപ്പോൾ ED നമുക്കറിയാം, പല ചിത്രങ്ങളുടെയും പിന്നിൽ ഉള്ളവർക്ക് അതിന്റെ വരുമാനവും സ്രോതസ്സും തേടി ED എത്തുന്നുണ്ട്. അപ്പോൾ അതിലേക്കാണ് അദ്ദേഹം വിരൽ ചൂണ്ടുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ റെജി കൂടി നമുക്ക്